കാസർഗോഡ് ജില്ലയിലെ പടന്ന, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും പാലക്കാട്ട് നിന്നും ഏതാനും ചെറുപ്പക്കാരെ കാണാതായത് സംസ്ഥാനത്ത് തീവ്രവാദത്തെക്കുറിച്ച് പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാർ IS-ൽ എത്തിപ്പെട്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോഴും ഇക്കാര്യം നാളിതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇവർ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന സൂചന അപകടകരമായ ഒരു ചിന്താധാര ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. സമ്പൂർണ്ണ ഭൗതിക നിരാസത്തിൻ്റെ ചിന്താധാരകൾ ഏതൊക്കെ വഴികളിലൂടെ പോകാം എന്നന്വേഷിക്കുകയാണ് ബിയോണ്ട് ദി ഹെഡ്ലൈൻസ്. ഇനി ആത്മീയ അന്വേഷണത്തിന്റെ വഴികളിലാണ് കാണാതായ ചെറുപ്പക്കാരെന്നാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് അനുമാനിക്കേണ്ടത്. എന്നാൽ ലോകത്തെ ബഹുഭൂരിപക്ഷം ഇസ്ലാം മത വിശ്വാസികളും അംഗീകരിക്കാത്തതാണ് ഇവർ പിന്തുടരുന്ന ചിന്താധാര. അതിനാൽ സ്വാഭാവികമായും അപകടമായ ലക്ഷ്യത്തിലേക്ക് ഇവരെത്തിപ്പെട്ടേക്കാം. സലഫി ചിന്താധാരയെ പിന്തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് ഇവരെന്ന് ഇവരെ അടുത്തറിയാവുന്നവർ പറയുന്നു. ഭൗതിക ജീവിതത്തിന്റെ കാമനകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു ജീവിത രീതിയാണിത്. സലഫി എന്ന് പറയുന്ന ഒരു നേതൃത്വമില്ല, ഒരു സംഘടനാ സംവിധാനമില്ല, ഒരു സംഘടനയുടെ പേരെയല്ല, അതൊരു ആശയപ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വൈജാത്യങ്ങളും വൈരുദ്ധ്യങ്ങളും അതിനകത്തുണ്ട്. ഇപ്പം ഈജിപ്ത് എടുക്കുകയാണെങ്കിൽ ഈജിപ്തിൽ ഉള്ള സലഫി സംഘടനകൾക്കിടയിൽ ധാരാളം വൈജാത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുള്ള സലഫിസം എന്ന് പറയുന്ന ഒട്ടേറെ വൈജാത്യങ്ങളുണ്ട്. സൗദി അറേബ്യയിലും ഉണ്ട് അത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് സലഫിസം എന്ന് പൊതുവായി അറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരേ ഏകശിലാത്മകമായ ഒന്നല്ല. അതിൽപ്പെട്ട ഒരു ധാരയാണ് ഈ ഭൗതിക നിരാസത്തിൻ്റെ ധാര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു രൂപമാണ് IS പറയുന്നത്. അതായത് ഞങ്ങൾ ഇവിടെ എവിടെയും ഇസ്ലാമില്ല എന്നല്ല. അപ്പോൾ ഈ IS ഉൾപ്പെട്ട പ്രദേശങ്ങളിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇസ്ലാമല്ല എന്ന് പറയുന്നതും ഈ തീവ്ര സലഫി പറയുന്നതും തമ്മിൽ ഏതൊക്കെയോ മേഖലകളിൽ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ദമ്മാജ് വരെ ദമ്മാജിലേക്ക് പോകുന്നത് ഒരു കുറ്റമായിട്ടോ ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ടോ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം അവർ പുതിയ മേഖലകൾ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആ പോകുന്നതും ഇവർ പോകുന്നതും തമ്മിൽ എവിടെയൊക്കെ സിമിലാരിറ്റീസ് കാണുന്നുണ്ട്. കാരണം ഇവർ പലരും പോയിട്ടുള്ളത് ശ്രീലങ്കയിലെ മതപഠന കേന്ദ്രത്തിലാണ്. അത് ദമ്മാജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെ തുടങ്ങിയ ഒരു ഹദീസ് പഠന കേന്ദ്രമാണ്. അപ്പോൾ അവിടത്തേക്ക് പോവുകയും അപ്പോൾ ആ ഒരുപാട് ലിങ്കുകൾ ഇങ്ങനെ ഇതിലുണ്ടാവുന്നത്. ദമ്മാജ് സലഫികൾ, പിന്നെ ശ്രീലങ്കയിൽ ഉള്ള ഹദീസ് പഠന കേന്ദ്രം, അവിടുന്ന് IS-ലേക്ക് അല്ലെ എവിടെയൊക്കെ അവർ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇതൊക്കെ തമ്മിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. സലഫിസം ഏകശിലാരൂപത്തിലുള്ള ഒരു ചിന്താധാരയല്ല. അതിൽ നിരവധി അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇതൊന്നും പക്ഷേ തീവ്രവാദത്തെയും അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇതിലും തൃപ്തരാകാത്തവർ ആത്മീയതയുടെ പേരിൽ തീവ്ര സംഘങ്ങളിൽ എത്തിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനും ആകില്ല. പടന്നയിലെ യുവാക്കൾ എല്ലാവരും സലഫി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരുടെ എല്ലാവരും സലഫി പ്രസ്ഥാനത്തോട് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അവർ ആ ധാരയിൽ നിന്നും അകന്നു പോവുകയും അതിലും തീവ്രമായ മറ്റേതോ സംഘടനയുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടാണ് അവർക്ക് ഈ പുതിയ ആശയങ്ങൾ കിട്ടിയത്. അതായത് ഇന്ത്യ ഒരു ദാറുൽ കുഫറാണെന്ന് അല്ലെങ്കിൽ ഒരു അവിശ്വാസികളുടെ നാടാണെന്ന് ഒരു സലഫി പണ്ഡിതനും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ലോകത്ത് എവിടെയായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ എഴുത്തുകളിലോ അല്ലെങ്കിൽ മെസ്സേജുകളിലോ കാണുന്ന ചില വാക്കുകൾ അത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി മാത്രം ബന്ധപ്പെടുന്ന വാക്കുകളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ടെർമിനോളജിയാണ്. രാഷ്ട്രീയമായി ഇടപെട്ടുകൊണ്ട് ഉള്ള ഒരു സലഫീസത്തെ പ്രതിരോധിച്ചുകൊണ്ട് മറ്റൊരു സലഫീസം രൂപപ്പെടുന്നത്. അതായത് അത് ഉള്ളുവലിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ദിക്റുകളും ദുആകളും ഒക്കെ ആയിക്കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുക, പുണ്യം നേടുക എന്ന കാര്യത്തോടു കൂടി ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ പാരത്രികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാമൂഹികമായി ഉൾവലിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം. അവരുടെ കണിശത എന്ന് പറയുന്നത് പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ അതുപോലെ ജീവിക്കുകയാണ് മോക്ഷത്തിനുള്ള മാർഗം എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. വിവിധ മതവിശ്വാസികൾ ഒരുമയോടെയും സ്നേഹത്തോടെയും ജീവിച്ചു വരുന്ന നാടാണ് കാസർഗോഡ് ജില്ലയിലെ പടന്ന. ഏതാനും ചെറുപ്പക്കാർ ഇവിടെ നിന്ന് അപ്രത്യക്ഷരായത് ഈ പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലെ സമാധാനം കെടുത്തിയിരിക്കുന്നു. 2 മാസങ്ങൾക്കിടെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് വീടുവിട്ടവർ ബന്ധുക്കൾക്ക് അയച്ച സന്ദേശമാണ് കുടുംബങ്ങളിൽ ആശങ്ക പരത്തിയത്. ഇതിനു മുമ്പും പലതവണ ഇവർ കുടുംബസമേതം പഠനാവശ്യം പറഞ്ഞ് നാടുവിട്ടിരുന്നു. പിന്നീട് തിരിച്ചു വരാറുമുണ്ട്.
അതുകൊണ്ടുതന്നെ തുടക്കത്തിൽ രക്ഷിതാക്കൾ ഈ യാത്രയെയും വലിയ കാര്യമായി കണ്ടില്ല. എന്നാൽ അവർ തങ്ങൾ വിശുദ്ധ നഗരത്തിലെത്തിയെന്ന സന്ദേശം അയച്ചതോടെയാണ് കുടുംബത്തിന് കാര്യത്തിന്റെ ഗൗരവം ബോധ്യമായത്. ഇവരെല്ലാം നേരത്തെ പരസ്പരം അറിയുന്നവരാണ്. പക്ഷെ അങ്ങനെ അറിയുന്നവരാണ് എന്നുള്ളത് നാട്ടുകാർക്കറിയില്ല, അവരുടെ കുടുംബങ്ങളിൽ ചിലർക്ക് മാത്രമാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം അബ്ദുൾ റാഷിദിൻ്റെ ഇളയപ്പയാണ് എൻ്റെ അടുത്ത് ഈ വിഷയം ഇങ്ങനെ അബ്ദുൾ റാഷിദിൻ്റെയും ഭാര്യയും കുഞ്ഞിനെയും ഇങ്ങനെ പോയിട്ടുണ്ട്, ജോലി ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഒരു മെസ്സേജ്, ഞങ്ങൾ ഇനി നാട്ടിലേക്കില്ല, ഞങ്ങൾ വിശുദ്ധ നഗരത്തിലെത്തിക്കഴിഞ്ഞു എന്ന മട്ടിലുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് ലഭിച്ചു എന്നുള്ള വിവരം പറയുന്നത്. അതിനെ തുടർന്ന് അത് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുമോ എന്നറിയാൻ ഞങ്ങൾ 3-4 ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. തുടർന്നുള്ള ഒരു ബന്ധപ്പെടലിലാണ് കാണാതായ അബ്ദുൾ റാഷിദിൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഡോക്ടർ ഇജാസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഇവിടെ തന്നെയുള്ള ഈ സലഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന റാഷിദുമായി അടുപ്പമുണ്ടായിരുന്ന 1-2 പേർ. അപ്പോഴാണ് ഇവരെല്ലാം പല കാരണങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അപ്രത്യക്ഷരായിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നതും അവർക്കൊന്നും തുടർന്ന് വീടുകളുമായിട്ടുള്ള ബന്ധമുണ്ടായിട്ടില്ല എന്നുള്ളതും അറിയുന്നത്. തൃക്കരിപ്പൂരിൽ നിന്നും കാണാതായവരെ കുറിച്ചാണ് VPP മുസ്തഫയ്ക്ക് ആദ്യം വിവരം ലഭിക്കുന്നത്. പിന്നീട് ഇവരുടെ പടന്നയിലുള്ള സുഹൃത്തുക്കൾ കൂടി സമാനമായ സാഹചര്യത്തിൽ കാണാനില്ലെന്ന് ബോധ്യമായി. ഇവൻ ഒരുത്തൻ മൂത്തവൻ പറഞ്ഞ് ഞാൻ ഇവിടെ ലക്ഷദ്വീപിൽ പോകുന്നു, ഒരാളെങ്ങനെ പറഞ്ഞിട്ടാന്ന്. ഒരുത്തൻ പറഞ്ഞ് ഞാൻ കോഴിക്കോട് താമസിക്കാൻ പോകുന്നു, എൻ്റെ രണ്ടാമത്തെ മോൻ പറഞ്ഞ് താമസിക്കാൻ എൻ്റെ പോകുന്നു. ഇങ്ങനെല്ലാം പോയിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളെ പെരുന്നാവും സമയത്തൊന്നും കാണാത്തതിൻ്റെ പേരിൽ മെസ്സേജുമില്ല, വിളിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് അപ്പം ഈ മെസ്സേജ് ഇങ്ങനെ വരുന്നില്ലല്ലോ. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പോയത് തന്നെയാണ്. ഇവരങ്ങനെ പോകുന്നു ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ ഈ ലോക്കലിലുള്ള ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ആളാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അന്നേരം തോന്നി, ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ റാക്കറ്റും ഇതിൻ്റെ നെറ്റ്വർക്കും ഭീകരമാണ്. അവൻ ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്, അവനും അവൻ്റെ ഭാര്യയും കുഞ്ഞും അടക്കം. ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു മുസൽമാനായി ജീവിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഈ നീണ്ട കാലയളവിലേക്കുള്ള ഈ ഒരു യാത്ര പോക്കും അതിനെ തുടർന്ന് ഇവർ ഇനി തിരിച്ചു വരാത്ത വണ്ണം പോയിരിക്കുകയാണ് എന്നുള്ള മെസ്സേജും എല്ലാം വന്നപ്പോഴാണ് നേരത്തെ ഉണ്ടായ പല സംഗതികളും കൂട്ടിച്ചേർക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ആശങ്ക ഉണ്ടായിട്ടുള്ളത്. ലോകത്തിലെ മഹാഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികളും അനിസ്ലാമികം ആയതിനാൽ തള്ളിക്കളയുന്ന ചിന്താധാരയുടെ സ്വാധീനത്തിൽപ്പെട്ടവരാണ് ഈ ചെറുപ്പക്കാർ. അശാന്തമായ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല. ഇതിനെതിരെ മുഴുവൻ സമൂഹത്തിൻ്റെയും ജാഗ്രതയാണ് നാട്ടിൽ ഉണ്ടാവേണ്ടത്. സംഭവം വാർത്തയായതോടെ പിന്നെ ദേശീയ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ ഈ പ്രദേശത്തേക്കായി. അന്വേഷണ ഏജൻസികളുടെ സ്ഥിരീകരണം വരുന്നതിനു മുമ്പേ മാധ്യമങ്ങൾ കാണാതായവരിൽ IS ബന്ധം ചാർത്തിക്കൊടുത്തു. ഇതോടെ ഒരു നാടും കുടുംബവും ഭീകരതയുടെ നിഴലിലായി. പിന്നീട് വലിയ ആശങ്കയോടെയാണ് പല കുടുംബവും നാളുകൾ തള്ളി നീക്കിയത്. ഇവര് ഇവിടെ ദീനീപരമായി നടന്നു, എന്നിട്ട് അവരെ ഇടയിൽപ്പെട്ട് അവിടുന്ന് പിടിച്ചു വെച്ചായിരിക്കാം എന്നുമുണ്ട് സംശയം. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ നാട്ടിന് ദോഷം ചെയ്യുന്ന തരത്തിൽ അവന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ വേണ്ട. നല്ല രീതിയിൽ അവൻ തിരിച്ചു വരുന്നുണ്ട്, എല്ലാം പോലീസ് ക്ലിയറൻസോട് കൂടി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെൽക്കം നമ്മളെ വീട്ടിലേക്ക്. അല്ലാത്ത ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് നമുക്കും ഇവിടെയുള്ള സമൂഹത്തിനും ദോഷം ചെയ്യുന്ന പ്രവൃത്തി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടവൻ ഞങ്ങൾ മരിച്ചതായി കാണും. വാർത്തകളിൽ പടന്ന ഭീകരകേന്ദ്രം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടതോടെ സംശയത്തിന്റെ കണ്ണിലാണ് പലരും കുടുംബത്തെയും നാടിനെയും നോക്കിക്കണ്ടത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പടന്ന സ്വദേശികളായ 4 പേർ ഗൾഫിൽ പോയപ്പോൾ 2 പേർ ബോംബെ പാസ്പോർട്ടിലെ ആൾക്കാരും 2 ഈ പ്രദേശത്തെ ആൾക്കാരും പോയപ്പോൾ പടന്ന എന്ന് പറയുന്ന പ്രദേശം കണ്ടപ്പോൾ അവരുടെ ഷഡ്ഡി പോലും വഹിച്ച് പരിശോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരെ ഭീകരമായ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിൽ ഏറെ സൗഹൃദത്തോടെയാണ് ജനങ്ങൾ താമസിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ഉള്ളതുപോലുള്ള വർഗീയ സംഘർഷങ്ങളോ കുഴപ്പങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവരുടെ സന്ദേശങ്ങളിലെ സൂചനകൾ അനുസരിച്ച് ഇവർ ISൽ എത്തിപ്പെടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. എന്നാൽ ഏതെങ്കിലും ചിന്താധാരയിൽപ്പെട്ട ഏതാനും ആളുകൾ ആ വഴിക്ക് പോയാൽ ഒരു പ്രദേശത്തെ ജനങ്ങളെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും ഒരു രാഷ്ട്രീയത്തിന്റെ പ്രയോഗമാണ്. ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സമൂഹം തെറ്റായ ചിന്താധാരകളെ ഉച്ചത്തിൽ തള്ളിപ്പറയുന്നതിലൂടെയാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയുക.